ഹായ്, വെൽക്കം ടു പ്രപ്സ്കിൽ. HSST നോട്ടിഫിക്കേഷൻ വന്നത് 2025 ഡിസംബർ 31. ഇന്ന് 2026 ജനുവരി മാസം 1 തീയതി തന്നെ PSC ആനുവൽ കലണ്ടറും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ ആനുവൽ കലണ്ടറിൽ നമ്മുടെ HSSTയുടെ ആ ഒരു എക്സാം തീയതിയുടെ ഏകദേശം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആനുവൽ കലണ്ടർ വരുന്നത്. അപ്പോൾ അപ്രതീക്ഷിത സമയം വന്നിട്ടുണ്ട്. അപ്പോൾ HSSTയുടെ പരീക്ഷാ തീയതി വന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ HSST പരീക്ഷ? മെയ് മുതൽ ജൂലൈ വരെ. ഓക്കെ, മെയ് ടു ജൂലൈ ആണ് HSSTയുടെ പരീക്ഷാ സമയം വരുന്നത്. ഇനി ഓരോ മാസത്തെയും വരുന്ന സമയത്തായിരിക്കും കൃത്യമായിട്ടും ഏത് സമയത്താണെന്നോ അതിന്റെ കൺഫർമേഷൻ എപ്പോഴാണോ കൊടുക്കേണ്ടതെന്നൊക്കെ പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. നമുക്കറിയാമല്ലോ. അപ്പൊ നോക്കാം നമുക്ക്. അതിൽ HSST ജേർണലിസം, അതുപോലെ തന്നെ ഹോം സയൻസ്, ദെൻ സംസ്കൃതം, ഇംഗ്ലീഷ്, കന്നഡ, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ബോട്ടണി, സുവോളജി, ജോഗ്രഫി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസിന്റെ അല്ലെങ്കിൽ ഇത്രയും വിജ്ഞാപനങ്ങളുടെ പരീക്ഷാ തീയതി പറയുന്നു മെയ് മുതൽ ജൂലൈ വരെ ആയിരിക്കും പരീക്ഷ വരുന്നത്. അപ്പൊ മെയ് മുതൽ ജൂലൈ വരെ എന്ന് പറയുമ്പോൾ ഓർക്കുക, നമുക്ക് മെയ് മാസത്തിലാണെങ്കിൽ നമുക്ക് ഇനി പരിശീലനത്തിന് നമുക്ക് തയ്യാറെടുക്കാൻ കിട്ടുന്നത് 5 മാസമാണ്. ജൂലൈ ആണെങ്കിൽ നമുക്കൊരു 7 മാസം വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ മിനിമം ഒരു 5 മാസമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പഠനം തുടങ്ങണം. സാധാരണ രീതിയിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് എല്ലാവരും പഠനം തുടങ്ങുന്ന എക്സാം ഡേറ്റിനോട് അടുപ്പിച്ചാണ്. പക്ഷേ വളരെ വലിയൊരു സിലബസ് ഉണ്ട്, വളരെ കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് തയ്യാറെടുക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. അപ്പോൾ ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു 5 മാസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ടും ഈ ഒരു സിലബസ് പഠിച്ച് ഈ ഒരു സ്വപ്ന ജോലിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഇത്രയും കാലത്തെ തയ്യാറെടുപ്പ് പൂർത്തീകരിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, നിങ്ങൾ BEd എടുത്തു, നെറ്റും സെറ്റും തുടങ്ങിയ അധ്യാപക യോഗ്യതകൾ നിങ്ങൾ നേടി. അപ്പോൾ നിങ്ങളുടെ ആ ഒരു യോഗ്യതകൾ, നിങ്ങളുടെ ആ ഒരു അധ്വാനം ഫുൾഫിൽ ചെയ്യാനുള്ള സമയത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഒരു 5 മാസമായിരിക്കും ഏകദേശം നമ്മുടെ മുന്നിലുള്ള സമയം. അപ്പോൾ ഈ 5 മാസം കൊണ്ട് തയ്യാറെടുത്താൽ ഈ ഒരു പരീക്ഷയെ നമുക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. അപ്പം മെയിൽ തന്നെ ആയിരിക്കും എക്സാം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അത്ര സമയമേ എനിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുക. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ സിലബസ് കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ പഠനം ആരംഭിക്കുക. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ ഇത്രയും നോട്ടിഫിക്കേഷൻസിന്റെ എക്സാം തീയതി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പഠനം തുടരാനുള്ള, പഠനം ഏറ്റവും ശക്തമാക്കാനുള്ള സമയമാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ആലോചിക്കുക. അപ്പോൾ എക്സാം തീയതി ഇങ്ങനെയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ആ എക്സാം തീയതി വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. പഠനം ഏറ്റവും ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, താങ്ക് യു.